ദൈവികമായിട്ടുള്ള അരുളപ്പാടുള്ള മാതാപിതാക്കള് മക്കളുടെ ദൈവികമായ കാര്യങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അവരെ വളർത്തുക. സക്രിയ അതാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തന്റെ മകനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം, നീ ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് മകനെ കുറിച്ച് ബോധ്യം കൊടുക്കുക. അല്ലാത്തവരെന്താ ചെയ്യാ? അവർ ദൈവിക കാര്യങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ സംസാരിക്കില്ല. മക്കളെ കുറിച്ച്, മക്കളുടെ ജീവിതത്തില് ദൈവം ഇടപെടാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രാർത്ഥനയെ കുറിച്ചോ മോനെന്ന് പ്രാർത്ഥിക്കണമെന്നോ ഒന്നും പറയില്ല. അവരെപ്പോഴും പഠിക്കുക, നീ വളരണം, നീ അങ്ങനെയാകണം, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം. ഇതൊക്കെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം ചേർന്ന് പോകേണ്ടത് ഈ ദൈവികമായ കാര്യമാണ്. എല്ലാം നേടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു നല്ല മനുഷ്യനായി തീർന്നില്ലെങ്കിൽ എന്താണ് കാര്യം? അതുകൊണ്ട് മാതാപിതാക്കളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായാലാണ് മക്കള് പരിശുദ്ധാത്മാവിൽ നിറയുള്ളൂ എന്നും മനസ്സിലാക്കുക. മക്കള് പ്രാർത്ഥിക്കുന്നില്ല, മക്കള് ദൈവികമായ വഴികളിലൂടെ നടക്കുന്നില്ല, ഓർക്കുക, എന്റെ കുറവാണ്, അല്ലാണ്ട് വേറെ ആരുടെ കുറവല്ല. മക്കൾ വഴിതെറ്റി പോകുന്നു, മാതാപിതാക്കൾ ചിന്തിച്ചു നോക്കുക, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഉണ്ടോ? എങ്കിൽ ആ മക്കൾ വഴിതെറ്റി പോകില്ല.